ആദ്യത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മെഴ്സി ഹോമിൽ താമസിച്ചിട്ട് നിന്ന് ഞങ്ങളുടെ സ്കൂൾ വാനായിരുന്നു. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം എന്ന് പറയുന്നത് എന്നെ എറണാകുളത്തുള്ള മരിയ ഡ്രൈവിംഗ് സ്കൂളിലെ ജോപ്പൻ ആശാനാണ് പഠിപ്പിച്ചത്. ജോപ്പൻ ആശാനും കൊള്ളാം, ശിഷ്യം കൊള്ളായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശരി, ഡ്രൈവിംഗ് എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കാനും എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ചോദിക്കാനാണ് എനിക്കിഷ്ടം. എങ്ങനെയായിരുന്നു, ഏത് വണ്ടിയിലായിരുന്നു, എങ്ങനെയാണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് പഠിച്ചെടുത്തത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പം ആദ്യത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മെഴ്സി ഹോമിൽ താമസിച്ചിട്ട് നിന്ന് ഞങ്ങളുടെ സ്കൂൾ വാനായിരുന്നു. മെഴ്സി ഹോമിന്റെ വണ്ടി തന്നെ. അതേത് പ്രായത്തിലായിരുന്നു? അതൊരു 6-7 ആ സമയത്ത്, 8 വയസ്സ് ആ സമയത്ത്. ശരി ശരി, പോട്ടെ, പാവല്ലേ. പിന്നെ എൻ്റെ പാപ്പൻ്റെ വണ്ടി ജീപ്പായിരുന്നു. അടിമാലിയിലാണ് പാപ്പൻ്റെ വീട്. ജീപ്പിലായിരുന്നു. എന്നുവെച്ചാൽ നമ്മളങ്ങനെ ഇതിറങ്ങി ഇല്ലീഗലായിട്ട് പഠിക്കൊന്നുമല്ല. മീൻസ് നമ്മളെന്തെങ്കിലും അവരുടെ മടിയിലിരിക്കുന്നു, അല്ലെങ്കിൽ വാനിൽ നടുക്കൊരു സ്പേസ് ഉണ്ട്, അതിലിരുന്നിട്ട് അങ്ങനെ. പിന്നെ പഠിപ്പിക്കും, ആദ്യം പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെയല്ല, നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ പിള്ളേർക്ക് പണ്ട് മടിയിൽ വെച്ച് അങ്ങനെ. പേടി ഉണ്ടായിരുന്നാണ് എന്റെ ചോദ്യം. എനിക്ക് സമയത്ത് അങ്ങനെയല്ല, ബാക്കി ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാണല്ലോ. ജസ്റ്റ് സ്റ്റിയറിംഗ് ഇങ്ങനെ തരുന്നു, നമ്മുടെ കോമ്പൗണ്ട് അങ്ങനെ. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം എന്ന് പറയുന്നത് എന്നെ എറണാകുളത്തുള്ള മരിയ ഡ്രൈവിംഗ് സ്കൂളിലെ ജോപ്പൻ ആശാനാണ് പഠിപ്പിച്ചത്. ജോപ്പൻ ആശാൻ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പല ഡ്രൈവിംഗ് സ്കൂളിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ പലരും ഓക്കെ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല കാലുവാരലുകൾ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കറക്റ്റ് സമയമായപ്പോൾ ആൾക്കാരില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, അങ്ങനെ. ശരിക്കും നമുക്കിത് പഠിക്കാണ്ട് എന്തായാലും ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ട്രെയിനിങ് കിട്ടണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ജോപ്പൻ ആശാനെ പരിചയപ്പെടുന്നതും. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അന്ന് മുതൽ 2018 അന്ന് മുതൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ വാങ്ങിക്കുന്ന സമയം വരെ, നമ്മൾ അതിലോട്ട് വരുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാത്തത്, ആ സമയം വരെ ഈ ജോപ്പൻ ആശാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം നമ്മുടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു. കുറച്ച് നാൾ അനക്കം ഉണ്ടാവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് ലേണേഴ്സ് കിട്ടാനൊക്കെ താമസം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലേണേഴ്സ് കിട്ടിയതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് ഈ സീറ്റിലിരുന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നല്ല ഗ്യാപ്പുകളിലും ഈ കുട്ടിയുടെ ഒരു അറിവ് ഇല്ലല്ലോ എന്ന് വരെ ചിന്തിച്ച് പോകാമായിരുന്നു. അല്ല, പ്രൊസീജിയർ ഉണ്ടല്ലോ എൻ്റെ. അപ്പൊ അങ്ങനെ ഒരു ഇത്. അപ്പം വളരെ ക്ഷമയോടുകൂടി എന്നോടൊപ്പം എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ജോപ്പൻ ആശാനാണ്. ഡ്രൈവിംഗ് പഠിച്ചത് ഈ വണ്ടിയിൽ തന്നെയാണ്, മാരുതി സെലേറിയോ കാറിലാണ് പഠിച്ചത്. ജോപ്പൻ ആശാനാണ് പഠിപ്പിച്ചത്. അല്ല, ജോപ്പൻ ആശാനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ചെവിയിൽ പിച്ച് കിട്ടലോ വഴക്ക് പറയലോ ചീത്ത പറയലോ ഒക്കെ നമ്മളൊക്കെ നേരിട്ടിട്ടുണ്ട്. അവിടെ കൺസിഡറേഷനിലും കിട്ടിയോ അതോ പിച്ച് കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യായിരുന്നു, പെട്ടെന്നൊക്കെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ജോപ്പനാശാനും കൊള്ളാം, ശിഷ്യം കൊള്ളായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് നല്ലതായിരുന്നു, അതുകൊണ്ട് നല്ല ബോണ്ട്. നന്നായിട്ട് പഠിച്ചു, ലൈസൻസ് എടുത്തു. അപ്പൊ അതായത് ഏകദേശം ഒരു 5 വർഷത്തോളം പുള്ളിക്കാരൻ അത്രയും 6 വർഷത്തോളം ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയ. അല്ല, നമുക്ക് അധിക സമയം അങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഗ്യാപ്പിട്ട് പക്ഷെ ഇത്രയും കാലം ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു.